അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ പ്രോസർ എടുത്തിട്ട് ക്ലീൻ ചെയ്യാൻ പാടില്ല. പ്രോസർ എടുത്ത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ ഡസ്റ്റ് ഒക്കെ പാടെ പ്രോസറിന്റെ ഷോക്കറ്റൊക്കെ പോകാൻ ഇതിന്റെ ക്ലീനിങ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ ക്ലീനിങ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിലെ പ്രോസറിന്റെ പിന്നെ കാര്യങ്ങളൊക്കെ ആയിട്ട് പണി കിട്ടും, ഷോക്കറ്റൊക്കെ പണി കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ആയിട്ട് നമുക്ക് എന്താ വെച്ചാൽ ഇപ്പൊ ഇരിക്കുന്ന ഡസ്റ്റ് നമുക്ക് എന്താ ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക. അതിന് ശേഷം നമുക്ക് വൈഡായിട്ട് 1 by 1 ആയിട്ട് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പൊ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റാം നമ്മളുണ്ട്, അതേമാതിരി തന്നെ CPU ഫാൻ ഉണ്ട്, അതിന്റെ അടിയിലാണ് പ്രോസർ. നമുക്കറിയാം ഞാൻ CMOSന്റെ ബാറ്ററി ഞാൻ റിമൂവ് ചെയ്തിട്ടിരിക്കണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ 1 by 1 ആയിട്ട് പക്കായിട്ട് ക്ലീൻ ചെയ്യാതെ എങ്ങനെയാണെന്നുള്ളത് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ആയിട്ട് നമുക്ക് റാമിന്റെ സ്ലോട്ടാണ്. ഈ സ്ലോട്ട് റാം ഒരു കാരണത്താൽ ഊരണ്ട, അത് അങ്ങനെ തന്നെ അവിടെ കിടന്നോട്ടെ. കാരണം അതിക്ക് നമ്മൾ ഈ തട്ടുന്ന പൊടി അതിക്ക് ഇറങ്ങാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, ഫസ്റ്റ് ആയിട്ട് ഈ ഫാനിൻ്റെ ലീഫ് നമുക്ക് ഫാൻ എന്താ ചെയ്യുക, റിമൂവ് ചെയ്യുക. ഫാൻ റിമൂവ് ചെയ്യാന്ന് വെച്ചാൽ ഇതേമാതിരി മൈനസ് സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ ഇവിടെ ഈ കാണുന്ന ഈ ആരോ ബട്ടൺ ഉണ്ട്, കണ്ടില്ലേ? ഈ ആരോൻ്റെ അവിടെ ജസ്റ്റ് തിരിച്ചു കൊടുക്കുക. ബോർഡ് നമുക്ക് ഒന്നുകൂടി തിരിക്കുക. ഇതിൻ്റെ ഈ ആരോ ആണ് വരുന്നത്. ഈ ആരോ ബട്ടൻ്റെ അവിടെ നൈസായിട്ട് തിരിക്കുക. ഇതേമായി തന്നെ ഇവിടെയും തിരിക്കുക, ഇവിടെയും തിരിച്ചു. അപ്പോൾ ഈ 4 സെക്ഷനും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താ ചെയ്യുക, മേലേക്ക് ക്ലിപ്പാണ്, മേലേക്ക് ക്ലിപ്പായിട്ടുണ്ടെങ്കിൽ സാൻഡ് പോരും. ഇത് ഒന്ന് ഷെയ്ക്ക് ചെയ്താണ്ട് ഇങ്ങോട്ട് എടുത്താൽ ഇതിങ്ങോട്ട് പോകുന്നു. ഓക്കെ, ഫാന് റിമൂവിങ് ഓക്കെയാണ്. അപ്പോൾ ഫാനിൻ്റെ അടിയിൽ കാണുന്ന സമയത്ത് നല്ല ഡസ്റ്റാണ്. അതേമാതിരി ഈ സൈഡിലൊക്കെ കണ്ടില്ല, ഫുൾ ഡസ്റ്റാണ്. ഓക്കെ, അവിടെ കട്ടെ. ഇവിടെ കാണുന്ന സമയത്താണെങ്കിലോ അതിലേറെ ഡസ്റ്റാണ്. അപ്പോൾ ഇവിടെ കാണുന്ന സമയത്തൊക്കെ നല്ല ഡസ്റ്റാണ് ഫുള്ളായിട്ട്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ പ്രോസർ എടുത്തിട്ട് ക്ലീൻ ചെയ്യാൻ പാടില്ല. പ്രോസർ എടുത്ത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ ഡസ്റ്റൊക്കെ പാടെ പ്രോസറിൻ്റെ ഷോക്കറ്റൊക്കെ പോകാൻ ഇതിൻ്റെ പ്രോസറിൻ്റെ ഷോക്കറ്റൊക്കെ പോവുക. അപ്പോൾ അത് തുടരുത്. അപ്പോൾ നമ്മൾ ഈ കണ്ടീഷനിൽ എന്ത് ചെയ്യുക, ഇത് ഇങ്ങനെ ജസ്റ്റ് ഇത് ഏതാ ബ്രഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അണ്ണാവാലിൻ്റെ ടൈപ്പുള്ള ബ്രഷാണ്. ആയതുകൊണ്ട് തന്നെ ഇതിന് കമ്പോണൻസിനൊന്നും കംപ്ലൈൻസോ കാര്യങ്ങളോ വരില്ല. റഫായിട്ട് തട്ടേണ്ട സ്ഥലങ്ങളുണ്ട്, അവിടെ നമുക്ക് എന്താ ചെയ്യുക, റഫായിട്ട് നമുക്ക് തട്ടിയിട്ട് യൂസ് ചെയ്യാം. ഞാൻ അപ്പോൾ തട്ടുന്നത് എങ്ങനെ വെച്ചാൽ അപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ ഈ പൗഡറുകളുണ്ട് ഒന്ന് ഇളക്കി വിട്ടാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്, മൊത്തമായിട്ട് എവിടേക്കാന്നുള്ളത്. അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് നമുക്ക് കാണാം. ഇപ്പോഴത്തെ കണ്ടീഷനിൽ എന്താ സംഭവിച്ചു എന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് എന്ത് ചെയ്തു, ഇത് ഫുള്ളായിട്ട് ഇളക്കി വിട്ടതാണ്. ഈ പൗഡർ വെട്ടുന്ന ആൾക്കാർ ഉണ്ടാവുക, പക്ഷെ ഉള്ളത് ക്ലീൻ ആയിട്ട് ആൾക്കാർ ഇപ്പോൾ കാണാം. ഓക്കെ, അപ്പോൾ കണ്ടീഷനിൽ കാണുന്ന സമയത്ത് തന്നെ ഡസ്റ്റൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്നത്, പക്ഷേ ഇത് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക നമ്മൾ ചെയ്തത്. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് നേരെ എത്തിട്ട് ബ്ലോറിന് അടിക്കുക ചെയ്യേണ്ടി, അതല്ലാതെ വേറെ ഒന്നും ചെയ്യരുത്. ഇത് ബ്ലോറിന് നേരെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് പൗഡറായിട്ട് മൊത്തമായിട്ട് പുറത്ത് പോകും. അപ്പോൾ നമുക്ക് ഈ ബോർഡ് മാറ്റിയിരിക്കണേ. ഈ ഒരു ബോർഡിൽ ഡസ്റ്റ് ഉണ്ട്, പക്ഷേ ഇതിലെന്താ വെച്ചാൽ പ്രോസർ ഇല്ല. അപ്പോൾ ഒരു കാരണവശാലും ഈ കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇത് ക്ലീൻ ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരെ പ്രോസർ ഇട്ടിട്ടാണ് ക്ലീൻ ചെയ്യാൻ. ക്ലീൻ ചെയ്യണ മുന്നായിട്ട് നമുക്ക് എന്താ ചെയ്യുക, പ്രോസസ്സർ നമുക്ക് ഇടണം. പ്രോസർ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഷോക്കറ്റൊക്കെ എന്ത് ചെയ്യും, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പൗഡർ ഈ ഡസ്റ്റ് ഇറങ്ങും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, നേരത്തെ ചെയ്ത സെയിം പരിപാടി തന്നെ നമുക്ക് ഫുള്ളായിട്ട് ഈ ബ്രഷിൻ്റെ പ്രത്യേകതയാണ് ആ സാധനം. ആ ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ പക്ക സ്മൂത്തായിട്ടാണ് കാരണം സാധനം പൗഡർ ക്ലിയർ ആവുക. ഈ പിന്നിനോ കാര്യത്തിനോ ഒന്നും ഡാമേജും വരില്ല. അതാണ് ഈ ബ്രഷിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലീനിങ് ഈ സെക്ഷന് ഓക്കെയാണ്. ഇനി നമുക്ക് ഞാൻ പറഞ്ഞ മാതിരി തന്നെ ബ്ലോറാണ് യൂസ് ചെയ്യേണ്ടത്. നേരെ ബ്ലോറിന് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്കായിട്ട് സെറ്റ് ആവും. ഇതിപ്പോൾ നേരത്തെ പ്രോസർ ഊരിയതാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഈ ഷോക്കറ്റ് ഇങ്ങനെ കെടുക്കല്ലേ, മീൻസ് ഇങ്ങനെ കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഈ ഷോക്കറ്റ് റിമൂവ് ചെയ്യുക. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, പ്രോസസ്സർ ഇതിലേക്ക് ഇറക്കി കൊടുക്കുക. ഞാൻ നേരത്തെ ഊരിയതാണിത്. പ്രോസർ നമുക്ക് ഷോക്കറ്റ് ഇറക്കി കൊടുക്കുക. പ്രോസറിൻ്റെ കട്ടിങ് ഇവിടെ കട്ടിങ് ഉണ്ടല്ലേ, ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്, അതേമാതിരി തന്നെ ഷോക്കറ്റിൻ്റെ ഇവിടെയും കട്ടിങ് ഉണ്ട്. ഈ കട്ടിങ് സീറ്റ് ആക്കിയാൽ മതി, ഓട്ടോമാറ്റിക് ആയിട്ട് പ്രോസർ ഇവിടെ സീറ്റ് ആവും. ഈ ഒരു കണ്ടീഷനിൽ ഇതേമാതിരി തന്നെ പ്രോസറിൻ്റെ മേലെ കൈ വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ഈ സൈഡിൻ്റെ ഷോക്കറ്റിൻ്റെ ഈ പ്രോസറിൻ്റെ സൈഡിലെ ഷോക്കറ്റ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ഭാഗം കറക്റ്റായിട്ട് വർക്കാവും. അതല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, പ്രോസസ്സർ എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് എങ്ങനെ വെച്ചാൽ ഈ പിന്ന് പോയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ബ്രഷൊക്കെ ഈ ബ്രഷൊക്കെ ഉണ്ട്, ഈ ബ്രഷൊക്കെ ചെയ്യുന്നത് ഹാർഡാണ്. പക്ഷേ ഇത് ക്ലീൻ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്, ആ ഭാഗത്തേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അവിടെ ക്ലീൻ ചെയ്താൽ മതി. ഏതായാലും ഈ മദർ ബോർഡിന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതെടുത്ത് ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, ഇവിടെ ഈ എഡ്ജിൽ സാധനം കാണുന്നുണ്ട്, ഈ എഡ്ജിലുള്ളത് സെറ്റ്. ഇത് ലാസ്റ്റ് എന്ത് ചെയ്യുക, ബ്ലോർ ചെയ്താൽ മതി. ബ്ലോർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള നമുക്ക് നോക്കാം. ഇതേമായി തന്നെ 2 സ്ലോട്ടിലും എന്ത് ചെയ്യുക, റാം ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ബെസ്റ്റാണ്. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഈ സ്ലോട്ടൊക്കെ എന്ത് ചെയ്യില്ല, ഇറങ്ങൂല.
ഫ്രണ്ട്സ്, അപ്പം നമ്മൾ മദർ ബോർഡ് എന്ത് ചെയ്യുന്നുണ്ട്, പക്കായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കമ്പനി തന്ന എഫക്റ്റിൽ സാധനം പക്കായിട്ട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്രോസർ എന്ത് ചെയ്യുക, ഫാന് പ്രോസറൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ബോർഡിൽ അസംബിൾ ചെയ്യുക. അപ്പോൾ അസംബിൾ ചെയ്യണ മുന്നേ നമുക്ക് എന്ത് ചെയ്യണം, പേസ്റ്റ് ഉണ്ട്, പഴയ പേസ്റ്റ് ഉണ്ട്. ആ പേസ്റ്റ് എന്ത് ചെയ്യുക, അതേമാതിരി പക്കായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക. അതേമാതിരി പ്രോസറിൻ്റെ ഇവിടെ ഉള്ള പ്രോസറിൻ്റെ ഇവിടെ ഉള്ള ഇതുണ്ട്, ഇതും അതേമാതിരി പക്കായിട്ട് ക്ലീൻ ചെയ്യുക. പക്ക ക്ലീൻ ചെയ്തിട്ട് ഒഴിവാക്കുക. അതേമാതിരി നൈസ് കോട്ടൻ്റെ തുണി എടുത്തിട്ടുണ്ടെങ്കിൽ പക്കായിട്ട് സാധനം ഫുള്ളായിട്ട് പോരും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, പ്രോസർ നമുക്ക് ഇൻസെർട്ട് ചെയ്യുക. പ്രോസർ ഇൻസെർട്ട് ചെയ്യുന്ന ഈ ലിവറാണ്. ഈ ലിവർ ഒന്ന് എന്നിട്ട് നിൽക്കുക. ഈ പ്രോസറിൻ്റെ ഈ ഒരു ഭാഗം കട്ടിങ് ഉണ്ട്. ഈ കട്ടിങ്, ഈ രണ്ട് സൈഡിൽ ഓരോ കട്ടിങ് ആണ്. ഈ കട്ടിങ് എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയാണ് കൊടുക്കേണ്ടത്. കണ്ടില്ലേ, ഇവിടെയാണ് കൊടുക്കേണ്ടത്. അത് നമ്മൾ കെയർ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഈ കട്ടിങ് എടുത്തു. ഈ കട്ടിങ് നേരെ ഇവിടെ വന്നിട്ട് ക്രോസ് കറക്റ്റ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സീറ്റാണ്. ഇത് നേരെ ഇട്ടതിന് ശേഷം ക്ലോസ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ പേസ്റ്റ് ഇടാൻ പോകുന്നത്. പേസ്റ്റ് ഇടുന്ന സമയത്ത് നമുക്ക് ഈ ഒരു റൗണ്ടിൽ അറൗണ്ട് കിട്ടിയാൽ മതി. ഈ ഒരു അറൗണ്ടിൽ കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പേസ്റ്റ് നമുക്ക് ഇവിടെ പിടിച്ചിട്ട് ഈ സംഭവത്തിൽ ഇങ്ങനെ ഒന്ന് റൗണ്ട് ഓപ്പോട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇത് പേസ്റ്റ് സെറ്റ് ആവും. ഓവർ നമ്മൾ ഇടും ചെയ്യും. ഓക്കെ, തിങ്ങുമ്പോൾ ഇതേമാതിരി തന്നെ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് കറക്കി കൊടുക്കുക. ഇത് നോർമൽ പേസ്റ്റ് ആണ്. ഇത് ഗെയിമിങ്ങിന് ഈ ടൈപ്പ് പേസ്റ്റ് എല്ലാം ഉപയോഗിക്കുക. ഒന്നും കൂടി തെർമൽ പക്കായിട്ട് വലിച്ചെടുക്കാൻ പറ്റിയ, ഹീറ്റ് വലിച്ചെടുക്കാൻ വേണം പേസ്റ്റാണ്. നല്ല ക്വാളിറ്റിയാണ്, നല്ല കോസ്റ്റാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ കണ്ടീഷനിൽ എന്ത് ചെയ്യുക, ഇത് നേരെ നമുക്കറിയാം, ഇത് ഫാന് ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ദിശയിലാണ് ഇവിടെ കൗണ്ടർ വരുന്നത് നമുക്കറിയാം. അപ്പോൾ ഈ കൗണ്ടറിൻ്റെ ദിശയിൽ നമുക്ക് ഫാൻ ആദ്യം എന്ത് ചെയ്യുക, ഈ ലോക്ക് സീറ്റ് ആക്കുക. സീറ്റ് ഓക്കെ, സീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫാനിൻ്റെ കൗണ്ടർ ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ദിശ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഫാൻ ഹോള് സെറ്റായി കൊടുക്കുക. സെറ്റാണ് സമയത്ത് ഈ ഒരു ഹോള് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഹോളിലേക്ക് ഫാനിൻ്റെ ലെഗ് എന്ത് ചെയ്യും, ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി ഈ വൈറ്റ് മാത്രമേ പൊന്തി കാണുള്ളൂ, അതല്ലാതെ മറ്റേ ബ്ലാക്ക് പൊന്തൂല. ഇനി നമുക്ക് എന്ത് ചെയ്യുക, അത് നേരെ പ്രസ് ചെയ്യുക. ഒറ്റ ലോക്ക്, സൗണ്ട് കറക്റ്റായിട്ട് ലോക്കാകുന്ന നമുക്ക് സൗണ്ട് കേൾക്കാം. ഇനി അതിന് ശേഷം ഫാന് ഫിറ്റ് ചെയ്യുക, കൗണ്ടർ കൊടുക്കുക. സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല. അടുത്ത ഇതേമാതിരി തന്നെ ഇത് ഇട്ടിക്കണ്, പേസ്റ്റ് നമ്മൾ ഇട്ടിക്കണ്. ഇനി എന്ത് ചെയ്യുക, ലോക്ക് സീറ്റ് ആക്കുക. ലോക്ക് സീറ്റ് ഓക്കെ. ഇനി ഇതേമാതിരി തന്നെ ഫാന് നമ്മൾ ഇവിടെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇതിലേക്ക് സീറ്റ് ആവും സാധനം. സീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ലോക്കല്ല. അപ്പോൾ അതെന്ത് ചെയ്യുക, ഒന്നും കൂടി റിവേഴ്സ് ചെയ്യുക. റിവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സീറ്റ് ആവുണ്ടാൽ ഇത് ഫ്രീ ആവും. ഇത് ബ്ലാക്ക് കൊടുന്ന് എന്ത് ചെയ്യില്ല, ഈ ബ്ലാക്ക് ഇതിലേക്ക് ലോക്കിലേക്ക് മേലേക്ക് വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ ഇത് സീറ്റ് ആവില്ല. ഇനി നമ്മൾ ഇവിടെ വെച്ച് കൊടുത്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇതിലേക്ക് ലോക്കിൽ ഇറങ്ങിയെന്ന് തോന്നും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ പിടിച്ചിട്ട് അമർത്തി കഴിഞ്ഞാൽ രണ്ട് സൈഡും അമർത്തി എന്നതിന് ശേഷം ഈ മേലത്തെ ലോക്ക് ഇതേമാതിരി ലോക്ക് ചെയ്ത് കൊടുക്കുക. ആ ഫാന് കറക്റ്റ് സീറ്റാണ്, കാരണം ലൂസ് ഉണ്ടാവില്ല. ലൂസാണ്, ലോക്ക് കുടുങ്ങിയിട്ടില്ലെങ്കിൽ സിസ്റ്റം റീസ്റ്റാർട്ട് ആ ഒരു രീതിയിലാണ് കാരണം കംപ്ലൈൻറ്റ് ഉണ്ടാവുക. അത് നിങ്ങൾ ഫാന് കറക്റ്റ് ലോക്ക് മസ്റ്റായിട്ട് കൊടുക്കണം. ഓക്കെ, ഈ റൈറ്റ് ഹാൻഡിലാണ് വരുന്നത്, ലെഫ്റ്റ് ഹാൻഡിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സെറ്റപ്പിൽ ഇത് ഇതേമായി തന്നെ കറക്റ്റ് ലോക്ക് സെറ്റ്. ഓക്കെ, നമ്മൾ ഈ കയ്യിൻ്റെ അടിയിൽ ഇങ്ങനെ ബോർഡിന് വെച്ചാൽ മതി, നമുക്ക് അമർത്താൻ സെറ്റാണ് കാരണം ഉണ്ടാവുക. ഓക്കെയാണ്, സീറ്റാണ്. ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ചുകൊടുക്കുക. അപ്പോൾ ബോർഡുകൾ എന്ത് ചെയ്യുന്നു, ഫുള്ളായിട്ട് അസംബ്ലിങ് ഓക്കെയാണ്. ഇനി നമുക്ക് റാമാണ് ഇടാനുള്ളത്. റാം ഞാൻ ഈ പറയുന്ന മാതിരി തന്നെ
റാമിനെ കാണുന്ന സമയത്ത് ഡസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ക്ലീൻ ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മളിപ്പോൾ നോക്കാം. ഇതൊന്ന് ചെറുതായിട്ട് എന്ത് ചെയ്യുക, ഈ ഗോൾഡ് കോട്ടിംഗ് ഉണ്ട്, അഥവാ ഇത് DDR4 ആണ് റാം. അപ്പോൾ അത് ജസ്റ്റായിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ പിടിച്ചിട്ട് പേപ്പർ പിടിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ എന്താ വെച്ചാൽ നന്നായിട്ട് ഈ ഡസ്റ്റ് കാര്യങ്ങൾ, ചെറിയ രീതിയിലുള്ള കാർബണ് കാര്യങ്ങൾ ഒന്ന് പോയി കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ എറൈസർ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ചെറിയ രീതിയിലുള്ള കാർബൺ നിയമം ഉണ്ട്, അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ആവും. ഓക്കെ, കാർബൺ കാണാം നമുക്ക് ഫസ്റ്റിലെ ക്ലീനിങ്ങും സെക്കൻഡ് ക്ലീനിങ്ങും ഒക്കെ. ക്ലീനിങ് കച്ചറ ഉണ്ടോ, കാർബണാണ് ഈ കാണുന്നത്. എല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി ഇത് വെച്ചിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്താലും മതി. നിങ്ങളെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾ അത് ക്ലീൻ ചെയ്യാം. ഓക്കെ, പേപ്പർ എന്ത് ചെയ്യണം, മടക്കണം. പിന്നെ ഇതിലുണ്ടാവും കച്ചറ. ഓക്കെ, അപ്പോൾ ആവറേജ് ക്ലീനിങ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ ഓൾറെഡി ഡസ്റ്റൊക്കെ കറക്റ്റ് നോക്കുകയാണ്. സ്ലോട്ട് 1-ലാണ്, ഇതാണ് സ്ലോട്ട് 1, ഇത് സ്ലോട്ട് 2 ആണ്. അപ്പോൾ സ്ലോട്ട് 1-ൽ നമുക്ക് ഇവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്ക് നേരെ ഇവിടെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് സീറ്റാണ്. അതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക, ഈ കൈ രണ്ടും വെച്ചിട്ട് സൗണ്ട് വരും. ആ സൗണ്ട് വന്നാൽ നമുക്കറിയാം ഇത് ലോക്ക് അയക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ ലോക്ക് ഇവിടെ വെച്ച് കൊടുക്കുന്നു, ഇവിടെ വെച്ച് കൊടുത്തു. ലോക്ക് സൗണ്ട് കറക്റ്റാണ്. ഓക്കെ, പക്കായിട്ട് സെറ്റാണ് ഫ്രണ്ട്സ്. അപ്പോൾ നല്ല ഡസ്റ്റ് ഉണ്ടായിരുന്നത് ഈ 2-3 ബോർഡും നമ്മൾ, ഈ 4 ബോർഡും നമ്മൾ പക്കായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതേമാതിരി മദർ ബോർഡ് ഡസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോസറിന്റെ പിൻ ഡാമേജോ അതല്ലാന്നെങ്കിൽ മറ്റുള്ള കമ്പോണൻസിനോ ഡാമേജോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ഒരു കാരണത്താലും ഫാൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് ബ്ലോർ അടിക്കരുത്. ഞാൻ ഈ പറഞ്ഞ മാതിരി തന്നെ ലോക്കൊക്കെ വെച്ചിട്ടാണ് അടിക്കാൻ. അപ്പോൾ മൊത്തമായിട്ട് നല്ല ക്ലീൻ ആണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.